അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. ഞാൻ അവിടെ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് ജോയിൻ ചെയ്ത അന്ന് മുതൽ മാനസിക പീഡനം എന്ന് പറഞ്ഞ അതിന്റെ പീക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുട്ടി ആളെ കാണും പോലെയല്ല സ്വഭാവം, കച്ചറയാ, തനി കച്ചറ, കച്ചറ പാർട്ടി. പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ എനിക്കെതിരെ കംപ്ലൈന്റ്. വനിതാ സെല്ലിൽ കൃത്യമായിട്ട് പ്ലാൻ ചെയ്താ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആ ആളുടെ പേര് എനിക്ക് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. ആളിനെ നമുക്ക് മനസ്സിലായി. അവിഹിത കഥകള്, അവിഹിത കഥകളുടെ പല പല വേർഷൻസ്. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. അൻസിബ ഹസനെതിരെ വ്യാജ കേസ് തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു എന്ന് പറയപ്പെടുന്ന ആ വനിതാ എക്സിക്യൂട്ടീവ് അംഗം വേറെ ആരുമല്ല, ലക്ഷ്മിപ്രിയ എന്ന ഞാനാണ്. അതെ, നീയാണോ? അതെ, ഞാനാണ്. അത് നല്ലതാ, പരിചയമുള്ളവരെ തന്നെ ഉഞ്ചിക്കുന്നത് നല്ലതാ. നിങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം, അതായത് മലയാളത്തിലെ ഒരു മഹാനടനെയും അൻസിബ ഹസൻ എന്ന് പറഞ്ഞ ഈ പെൺകുട്ടിയെയും ചേർത്ത് അവിഹിത കഥകൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ദേ ഞങ്ങളുടെ എല്ലാം ഫോണിലുണ്ട്. അനാവശ്യം പറഞ്ഞാൽ പെണ്ണാണെന്നും ഞാൻ നോക്കൂല, അടിച്ച് കാരണം പോച്ചോളെ. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഞങ്ങൾക്ക് തന്ന പരാതിയിൽ അത് കിടപ്പുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് അൻസിബ ഹസൻ ഒരിടത്തും പരാമർശിക്കാത്തത്? എന്തുകൊണ്ടാണ്? ഒരു മതസ്ഥാപനവും മതചിഹ്നവും അമ്മയിൽ കയറരുത് എന്ന് പറഞ്ഞതിന് ശേഷം ആണ് എനിക്കെതിരെ പരാതി വന്നത്. പക്ഷെ അതിന്റെ ഒരു മാസം മുന്നേ ഞാൻ ഈ വനിതാ എക്സിക്യൂട്ടീവ് മെമ്പർക്ക് ഒരു അയച്ച മെസ്സേജ് ഉണ്ട്. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? ഡിസംബർ 10-ാം തീയതി രാത്രിയിൽ അൻസിബ ഹസൻ എന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയച്ചു. എന്നിട്ട് ഒരു ദിവസം എന്റെ ഹസ്ബൻഡ് ഈ മെസ്സേജ് ഇത് വായിക്കുകയും അദ്ദേഹം വളരെ പാനിക് ആവുകയും യാതൊരു നിവൃത്തിയുമില്ലാതെ എന്റെ കുടുംബജീവിതം ഒരു മോശമാകുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നു എന്ന് വന്നപ്പോഴാണ് ഹിൽ പാലസ് വനിതാ സെല്ലിൽ ഞാൻ അവിടെ കൊണ്ടുവന്ന് പരാതി കൊടുക്കുന്നത്. ആ മെസ്സേജിൽ ഞാൻ ചോദിച്ചിരിക്കുന്നത് ദുബായി പോയപ്പോ എന്തെങ്കിലും ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു, എന്റെ ഒരു ഫ്രണ്ട് കണ്ടു. അത്രക്ക് മോശക്കാരിയാണോ? ഈ ഒരു മെസ്സേജ് കാരണം അവരുടെ വീട്ടിൽ ഡൊമസ്റ്റിക് വയലൻസ് നടന്നു. ആ ഒരു മെസ്സേജ് കണ്ട ഉടനെ ഗാർഹിക പീഡനം നടക്കാൻ വേണ്ടിയിട്ട് എന്താണ് ആ മെസ്സേജിൽ ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാക്കി. അപ്പൊ പ്രശ്നം ഗുരുതരമാണ്. ഇങ്ങനെ ഒരു ഡൊമസ്റ്റിക് വയലൻസ് അല്ലെങ്കിൽ ഒരു ഗാർഹിക പീഡനമാണെങ്കിൽ ഏതെങ്കിലും പുരുഷന്മാരായിട്ടായിരിക്കുമല്ലോ ആ ഫോട്ടോ എടുത്തിട്ടില്ല. അപ്പൊ എങ്ങനെയെങ്കിലും എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? ഇനി ദുബായിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. കുറച്ചു പേരെ എല്ലാ കാലത്തും പറ്റിക്കാം, എല്ലാരെയും കുറച്ചു കാലത്തേക്കും പറ്റിക്കാം. പക്ഷേ എല്ലാരെയും എല്ലാ കാലത്തും പറ്റിക്കാൻ പറ്റില്ല. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.